അർജുൻ്റെ ട്രക്ക് എന്തായാലും ഇപ്പം കിട്ടിയിട്ടുണ്ട്. ഈ വണ്ടിയുടെ മുതലാളിയായ മനാഫ് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇപ്പം ഇൻഷുറൻസ് തുക വേണ്ട, ആദ്യം അർജുൻ്റെ ബോഡി കിട്ടട്ടെ. അങ്ങനെ 72 ദിവസം അവിടെ മനാഫ് ചെലവിട്ടു. അതുപോലെ എല്ലാ അന്വേഷണത്തിലും എല്ലാവരെയും കൂടെ ഇറങ്ങി തിരിച്ചു. എന്നിട്ടും മനാഫിന് കുറേ വിമർശനങ്ങളും നേരിടേണ്ടി വന്നു. മനാഫ് ഇത്രയും നല്ല മുതലാളി എന്ന് ഇപ്പം തെളിയിച്ചു കഴിഞ്ഞു. എന്തെന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യമായിട്ട് ഒരു തൊഴിലാളിയുടെ കൂടെ അവരുടെ കാര്യത്തിനെല്ലാം ഓടി നടക്കുന്നത് നമുക്ക് ഈ കാലത്ത് കാണാൻ കിട്ടത്തില്ല. ഈ കാലത്ത് നമ്മൾ എത്ര ജോലി ചെയ്ത് കൊടുത്താൽ പോലും മുതലാളികൾ അത് കണക്കാക്കിയിട്ടുമില്ല, നന്ദി രേഖപ്പെടുത്താറുമില്ല. അങ്ങനെ ഒരു കാലത്ത് ഇങ്ങനെ ഒരു മുതലാളിയെ നമുക്ക് കാണാൻ കിട്ടുന്നത് തന്നെ നമ്മളുടെ ഒരു ഭാഗ്യമാണ്. എന്തായാലും ഇപ്പം ട്രക്ക് കിട്ടിയേക്കാണ്. അപ്പോൾ ഈ മനാഫ് പറയുന്നുണ്ട്, ആ ട്രക്ക് അവിടെ കിടക്കട്ടെ, ആ ബോഡി പെട്ടെന്ന് പുറത്തെടുത്തിട്ട് അതിന് വേണമെന്നുള്ള കാര്യങ്ങൾ ചെയ്യുക. പല ഘട്ടത്തിലും പുള്ളിക്ക് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. അതൊക്കെ ഓരോ സമയത്തും മനാഫ് പറയുണ്ടായി. പക്ഷേ ഇതിനെല്ലാം അന്ത്യം മനാഫ് തെളിയിച്ചു കഴിഞ്ഞു. മനാഫ് എത്രമാത്രമാണ് ആത്മാർത്ഥത പുലർത്തുന്നത് ആ ഫാമിലിയുടെ കൂടെ. നമുക്ക് തന്നെ നേരിട്ട് നമ്മൾ പല റിപ്പോർട്ട്സിലും കണ്ടതാണ്. ഇപ്പം തന്നെ പല പല ചാനൽസ് ചോദിക്കുമ്പം മനാഫ് പറയുണ്ടായി, എന്തായാലും എനിക്ക് ഈ ട്രക്ക് കാണാതെ പോകുമ്പം അത് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് എനിക്കൊരു FIR കൊടുത്താൽ എനിക്ക് അതിൻ്റെ ഇൻഷുറൻസ് കിട്ടും. പക്ഷേ അങ്ങനെയല്ല, ആ ഫാമിലിക്കും കൂടെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ ആ അർജുൻ്റെ ബോഡി കിട്ടണം, എന്നാലേ ആ ഫാമിലിക്ക് ഒരു ഇൻഷുറൻസോ എന്തെങ്കിലും കിട്ടും. അങ്ങനെ ഇത്രയും നാളവരെ കൂടെ നിന്ന് ആ മനാഫിന് നമുക്കൊരു സല്യൂട്ട് കൊടുത്തേ പറ്റുള്ളൂ. ഇത്രയും നല്ലൊരു മനുഷ്യൻ നമുക്ക് ഈ കാലത്ത് ഉണ്ടെന്ന് മനാഫ് തെളിയിച്ചേക്കാണ്. എന്തായാലും അർജുൻ്റെ ബോഡി ഇപ്പം കിട്ടി. അങ്ങനെ ഈ അന്വേഷണത്തിന് ഒരു പരസമാപ്തി ആയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ വിമർശിക്കുന്നവർ ഒരു കാര്യം ആലോചിക്കണം. വെറുതെ ഒരാൾ വിമർശിക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. അതിലെന്താണ് സത്യാവസ്ഥ അറിഞ്ഞിട്ട് ആ ആളിനെ വിമർശിക്കുക. ഒരു കാര്യം ഓർമ്മിക്കുക, നമ്മൾ ഒരാളെ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കി ബോധത്തോടെ പറയുക. നാളെ ഒരു കാലം നമുക്ക് അതുപോലെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അത് വിചാരിച്ച് നമ്മൾ സംസാരിക്കുക. എല്ലാവരും സപ്പോർട്ട് ആവശ്യമാണ്. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ വരും, അതിൽ ഓൾ പ്രസ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.